എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 35, 36 എന്നീ 2 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സർഗത്തിൽ ധാരാളമായിട്ട് ഉപജാതി വൃത്തം വരുന്നുണ്ട്. നമ്മൾ കണ്ടു, ശ്രീകൃഷ്ണനും ബലരാമനും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സാന്ദീപനി മഹർഷിയുടെ ഗൃഹത്തിൽ താമസിച്ചുകൊണ്ട് എല്ലാ വിദ്യകളും പഠിച്ചെടുത്തു വേഗം വേഗം എന്ന്. ഇന്നെന്താ പറയണതെന്ന് നോക്കാം. നമുക്ക് ആദ്യം 35ാമത്തെ ശ്ലോകം നോക്കാം. അഥാസ്ത്രവിദ്യാസമനുപ്രവേശാത് സുദുർനിരീക്ഷ സരസീരുഹാക്ഷ ത്വഷ്ടുസശാണാദജിരാവതീർണം വിഡംബയാമാസ സഹസ്രഭാനും. നമുക്കാദ്യം പദച്ഛേദം പറയാം. അഥ അസ്ത്രവിദ്യാസമനുപ്രവേശാത് സുദുർനിരീക്ഷ സരസീരുഹാക്ഷ ത്വഷ്ടു സ ഷാണാത് അചിരാവതീർണം വിഡംബയാമാസ സഹസ്രഭാനും. ശ്രീകൃഷ്ണൻ വിദ്യാഭ്യാസമൊക്കെ തീർന്നതോടു കൂടിയിട്ട് എന്തുപോലെയായി എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. അഥ അനന്തരം അസ്ത്രവിദ്യാസമനുപ്രവേശാത് സുദുർനിരീക്ഷ സ. അസ്ത്രവിദ്യാസമനുപ്രവേശാത്, അസ്ത്രവിദ്യ തൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയതോടു കൂടിയിട്ട്, അതായത് അസ്ത്രവിദ്യാഭ്യാസം നടത്തിയതിന് ശേഷം. ശരിക്കും നമ്മൾ ആദ്യം പറഞ്ഞു, ഇങ്ങനെ ഒരു മുനിയുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ശ്രീകൃഷ്ണനല്ലേ, ഭഗവാനല്ലേ, എല്ലാം അറിയണതല്ലേ എന്നൊക്കെ. പക്ഷേ മനുഷ്യനായിട്ട് ജന്മമെടുത്താൽ ഒരു വഴി കാണിച്ചു കൊടുക്കലുകൾ, മാർഗം കാണിച്ചു കൊടുക്കലുകളൊക്കെ വേണ്ടി വരും. അതുകൊണ്ടാണ് സാന്ദീപനി പോലെയുള്ള അറിവ് മാത്രം കൈമുതലായിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോയത്. അവിടെ ചെന്ന് അസ്ത്രവിദ്യകൾ, അസ്ത്രം കൊണ്ട്, ആയുധം കൊണ്ടുള്ള വിദ്യകളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അസ്ത്രവിദ്യ സമനുപ്രവേശാത്, ആയുധവിദ്യകൾ, പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. ഗദയുണ്ട്, അമ്പും വില്ലുണ്ട്, വാളുണ്ട്, പരിച തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ പഠനങ്ങളും തീർന്നപ്പോൾ, എല്ലാ വിദ്യകളും പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ സുദുർനിരീക്ഷ സരസീരുഹാക്ഷ. ദുർനിരീക്ഷ എന്ന് പറഞ്ഞാൽ ദുഃഖേന നിരീക്ഷിതും ശക്യ ദുർനിരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി മാത്രമേ ആ ആളെ നോക്കിക്കാണാൻ പറ്റുള്ളൂ. അതാണ് ദുർനിരീക്ഷ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അതായത് അത്യന്തം ആലോകയിതും അശക്ത, നന്നായിട്ട് സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ മുഖം തന്നെ കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് തേജസ് വന്നു ഭവിച്ചു. അതാണ് സുദുർനിരീക്ഷ എന്ന് പറഞ്ഞത്. വളരെ ബുദ്ധിമുട്ടി മാത്രം മുഖത്തേക്ക്, അതായത് നോക്കുമ്പോഴേക്കും കണ്ണടഞ്ഞു പോകും. ശക്തി കൊണ്ട്, തേജസ്സിൻ്റെ ശക്തി കൊണ്ട് കണ്ണ് അടഞ്ഞു പോകും. കണ്ണ് വല്ലാതെ ക്ഷീണിതമായി പോകും നോക്കുന്നവരുടെ. അങ്ങനെ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി. ഭഗവാനെ നോക്കണമെന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ളവർക്കേ പറ്റുള്ളൂ. അതാണ് ദുർനിരീക്ഷനായി തീർന്നു. അസ്ത്രവിദ്യ കൂടി അഭ്യസിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ ദുർനിരീക്ഷനായി തീർന്നു. അങ്ങനെയുള്ള സരസീരുഹാക്ഷ, ആ സരസീരുഹാക്ഷൻ താമരക്കണ്ണൻ. ത്വഷ്ടുഷാണാത് അചിരാവതീർണം സഹസ്രഭാനും വിഡംബയാമാസ. സഹസ്രഭാനു എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ആയിരക്കണക്കിന് ഭാനുക്കൾ, രശ്മികൾ ഉള്ളവനാണ് സഹസ്രഭാനു, സൂര്യൻ. സൂര്യനെ പോലെ ആയിത്തീർന്നു. വിഡംബയാമാസ എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ, സൂര്യ സദൃശനായിത്തീർന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉപമാലങ്കാര വരണത്. ശ്രീകൃഷ്ണൻ സൂര്യനെ പോലെ ആയിരുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ സമാനമായിട്ടുള്ള ധർമ്മം? ദുർനിരീക്ഷത്വം. സൂര്യനെ നമുക്ക് നഗ്ന നേത്രങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റില്ല, കണ്ണ് മഞ്ഞളിച്ചു പോവും. അതുപോലെ തന്നെയായിരുന്നു ശ്രീകൃഷ്ണനെയും വെറും കണ്ണുകൊണ്ട്, മാംസചക്ഷുസുകൾക്ക് കൊണ്ട് നോക്കിയാൽ കണ്ണിന് വേദന എടുക്കണ വിധത്തിൽ അത്രയ്ക്ക് ശോഭായമാനമായി തീർന്നു, അല്ലെങ്കിൽ തേജസ്സുറ്റവരായി തീർന്നു ശ്രീകൃഷ്ണനും ബലരാമനും. വിദ്യയുടെ ആ തേജസ്സാണ് പറയണത്. അങ്ങനെ തേജസ്സോടു കൂടിയിരിക്കുന്നവരായ ഒരാളല്ല, 2 പേരുണ്ട്, ശ്രീകൃഷ്ണനും ബലരാമനും. പക്ഷേ ഇവിടെ കൃഷ്ണനെ പറ്റി മാത്രമേ പറയണുള്ളൂ. ഏതുപോലെയായി? ഷാണാത് അചിരാവതീർണം സഹസ്രഭാനും. സഹസ്രഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ രശ്മിയാണെന്ന് പറഞ്ഞു. സൂര്യൻ്റെ രശ്മി ഇവിടെ എങ്ങനെയാണ് പുറത്തേക്ക് വരണതെന്ന് കവി തൻ്റെ സങ്കല്പത്തിൽ കൂടെ പറയാണ്. ഷാണാത്, ബ്രഹ്മാവിൻ്റെ, ത്വഷ്ടു എന്ന് പറഞ്ഞാൽ, ത്വഷ്ടാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. ഈ ലോകം സൃഷ്ടിച്ചവൻ,
അദ്ദേഹത്തിൻ്റെ ചാണയിൽ നിന്നും, ചാണ എന്ന് പറഞ്ഞാൽ അച്ച് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഈ എന്താണ് മൂർച്ച കൂട്ടാനുള്ളതായ കല്ലിനെയാണ് ശാണ എന്ന് പറയാം. ശാണോല്ലീഢ മഹാമണി എന്നൊക്കെ പറയും. അതായത് കല്ലിലുരച്ച മണി പോലെ അതിൻ്റെ എല്ലാ തെളിച്ചങ്ങളും കൂടി വരിക കല്ലിൽ ഉരയ്ക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അതൊരു അസംസ്കൃത വസ്തുവാണ്. കല്ലിലുരച്ചിട്ട് അതിൻ്റെ മാലിന്യങ്ങളൊക്കെ കഴുകിക്കളയുമ്പോൾ അത് നല്ല തിളക്കമുള്ള കല്ലായി തീരുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ സ്വർണ്ണമായാലും അതുപോലെ മറ്റുള്ളതൊക്കെ അതിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന കല്ലിനെയാണ് ശാണ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മളതിനെ ചാണ എന്ന് പറയും. അപ്പോൾ ശാണോല്ലീഢം, ശാണയിൽ ഉരച്ചു നോക്കിയ, ശാണത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതായ ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ ഒരു കൊല്ലൻ്റെ പോലെയാണ് ഇവിടെ ത്വഷ്ടാവിനെ വർണ്ണിച്ചിരിക്കുന്നത്. അയാളുടെ ആ ഇരുമ്പ് ശാല അല്ലെങ്കിൽ കൊല്ലൻ്റെ ആലയിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ടുള്ള തെളിച്ചമുള്ളൊരു പ്രകാശ കഷണം എന്നതുപോലെ ത്വഷ്ടാവിൻ്റെ ശാണയിൽ നിന്നും പുറത്തു വന്നതായ ത്വഷ്ടുശാണാത് അചിരാവതീർണം, ഇപ്പോൾ തന്നെ പുറത്തേക്ക് വന്നതായ സൂര്യനെ പോലെ. ഈ സൂര്യന് കാലം കഴിയുമ്പോൾ നിറമങ്ങലൊക്കെ ഉണ്ടാവാമല്ലോ. ഈ കാലത്തിൻ്റെ പഴക്കം കൊണ്ട് അതിന് ചില കുറയലുകളൊക്കെ ഉണ്ടാവും. ഇതല്ല, ത്വഷ്ടാവിൻ്റെ ആ ഒരു പണി കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തേക്ക് എടുത്ത സൂര്യബിംബം പോലെ അത്രയ്ക്ക് തെളിച്ചത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാന്ദീപനി മുനിയുടെ ശാലയിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരണത്. അത്രയ്ക്ക് തേജസ്സായിരുന്നു. ബാക്കി എല്ലാ കഴിവുകളും ഉണ്ട് എങ്കിലും അസ്ത്രാഭ്യാസം നടത്തിയിട്ട് ഇതൊക്കെ എങ്ങനെ പ്രയോഗിക്കണം, എവിടെ പ്രയോഗിക്കണം, ആരോട് പ്രയോഗിക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ ജ്ഞാനങ്ങളോടും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയുടെ കോൺഫിഡൻസാണ്, ആ ആത്മവിശ്വാസമാണ് ശോഭയായിട്ട് പുറത്തേക്ക് വരണത്. അതാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതും. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണനെ കണ്ടാൽ ഇപ്പം തന്നെ കാച്ചിയൊരു ഇരുമ്പ് കഷ്ണം അല്ലെങ്കിൽ അതുപോലെ തെളിച്ചമുള്ളതായിട്ടുള്ള ഒരു ശോഭ പരത്തുന്നതായിട്ടുള്ള ഒരു ലോഹം പോലെ, അത് വെറും ലോഹമല്ല, സൂര്യനോടാണ് ഉപമിക്കുന്നത്. കാച്ചി പൊന്നാക്കിയ സൂര്യനെ പോലെ തിളങ്ങി ശ്രീകൃഷ്ണൻ എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് 36ാമത്തെ ശ്ലോകം കൂടി നോക്കാം. സദക്ഷിണാദാന സമുത്സുകേന തേനാർത്ഥിതഃ പ്രീതിമതാ ദ്വിജന്മ ഗതം പ്രഭാസേ ജലധൗ വിനഷ്ടം സുതം പ്രയച്ഛേതി സതം യയാചേ. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ദക്ഷിണ എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. സ ദക്ഷിണാദാന സമുത്സുകേന തേന അർത്ഥിത പ്രീതിമത ദ്വിജന്മ ഗതം പ്രഭാസേ ജലധൗ വിനഷ്ടം സുതം പ്രയച്ഛ ഇതി സ തം യയാചേ. അന്വയം പറയാണ്. ദക്ഷിണാദാന സമുത്സുകേന പ്രീതിമതാ തേന. 1064 ദിവസങ്ങളെ കൊണ്ട് വിദ്യാഭ്യാസം നടത്തി എന്നുള്ളത് നാരായണീയത്തിൽ പറയുന്നുണ്ട്. ചതുഷ്ഷഷ്ടി മാത്രേ രഹോഭി എന്ന് എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ 64 ദിവസങ്ങളെ കൊണ്ട് ഏതാണ്ട് 2 മാസം അത്രേ എടുത്തുള്ളൂ. വിദ്യകൾ മുഴുവനും കൈക്കലാക്കിയ ഭഗവാൻ, വിദ്യാസമ്പന്നനായി തീർന്ന ഭഗവാൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഇത്രയും എന്നെ പഠിപ്പിച്ചു തന്നതിന് ഗുരു, ഞാൻ എന്താണ് അങ്ങേക്ക് ദക്ഷിണയായിട്ട് തരേണ്ടത്? അതാണ് ദക്ഷിണാദാന സമുത്സുകേന. എന്തെങ്കിലും ദക്ഷിണ ഞാൻ തന്നിരിക്കും എന്ന് അതീവ താല്പര്യത്തോടു കൂടി ദക്ഷിണ നൽകാൻ വേണ്ടി നിൽക്കുന്നവനായ, സന്തോഷത്തോടു കൂടി നിൽക്കുന്ന, പ്രീതിമതാ തേന, വളരെ സന്തോഷത്തോടു കൂടി പഠിച്ചു എന്നുള്ളതിൻ്റെ ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവനായ തേന കൃഷ്ണേന, ആ കൃഷ്ണനാൽ അർത്ഥിത സ, അർത്ഥിക്കപ്പെട്ട ആ മഹാമുനി, അതായത് സാന്ദീപനി മഹർഷി. സ എന്നുള്ളത് കൊണ്ട് സാന്ദീപനിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ ദ്വിജന്മ, സ സാന്ദീപനി ദ്വിജന്മ ബ്രാഹ്മണ. അദ്ദേഹം എന്താ പറഞ്ഞത്? കുറേയൊക്കെ വേണ്ടാന്ന് പറഞ്ഞു നോക്കി, പിന്നെയും നിർബന്ധിച്ചപ്പോൾ അവസാനം പറഞ്ഞു, പ്രഭാസേഗതം ജലധൗ വിനഷ്ടം സുതം പ്രയച്ഛ ഇതി സ തം യയാചേ. ഒരു മോഹേ ഉള്ളൂ. എന്താണ്? എനിക്ക് എൻ്റെ മകനെ കിട്ടിയാൽ കൊള്ളാമെന്നൊരു മോഹമുണ്ട്. മകൻ്റെ കാര്യം എന്താ സംഭവിച്ചത്? അതാണ് പ്രഭാസേഗതം. പ്രഭാസം എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥമാണ്. ആ തീർത്ഥത്തിൽ മുങ്ങാൻ പോയതാണ്. പക്ഷേ ജലധൗ വിനഷ്ടം, എങ്ങനെയോ സമുദ്രത്തിലെത്തി നഷ്ടപ്പെട്ടു പോയവനായ,
പ്രഭാസത്തിലൊക്കെ കുറേ തിരഞ്ഞു വന്നിട്ടും കണ്ടില്ല. പ്രഭാസം ഒരു തടാകമാണ്. ആ തടാകത്തിൽ നിന്നും ഒഴുകി വരുന്നതായിട്ടുള്ള പ്രവാഹങ്ങൾ, ഒഴുക്കുകൾ നേരെ കടലിൽ പോയി എത്തുന്നുണ്ടാവാം. അങ്ങനെ പ്രഭാസത്തിൽ മുങ്ങി കുളിക്കാൻ പോയി പിന്നീട് കടലിലേക്ക് ഒഴുകിപ്പോയവനായ, അതാണ് ആ 2 വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. പ്രഭാസേ ഗതം ജലധൗ വിനഷ്ടം. പ്രഭാസത്തിൽ പോയി അവസാനം കടലിൽ നഷ്ടപ്പെട്ടു പോയവനായ സുതം, മകനെ പ്രയച്ഛ, എനിക്ക് തന്നാൽ മതി, അത് മാത്രമേ എനിക്ക് ഗുരുദക്ഷിണയായിട്ട് വേണ്ടൂ എന്ന് ഇതി സഹ് തം യയാചേ, ആ സാന്ദീപനി മഹർഷി ശ്രീകൃഷ്ണനോട് യാചിച്ചു. ഇവിടെ പറയാണ് എനിക്ക് എൻ്റെ മകനെ തിരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി വന്നിട്ട് പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ മക്കളായിട്ട് കണക്കാക്കണം, അപ്പം മക്കൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ അർഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു തോന്നലുണ്ടായിട്ടുണ്ടാവണം, എൻ്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആവൂലോ, ഈ പ്രായമൊക്കെ തന്നെ ആവൂലോ, കൃഷ്ണനെ പോലെയും രാമനെ പോലെയും വിദ്യയൊക്കെ അഭ്യസിച്ച് ഓടി നടക്കേണ്ട പ്രായത്തിൽ തൻ്റെ പുത്രൻ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുമ്പോൾ വലിയ വേദനയാണ് അച്ഛനമ്മമാർക്ക്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ടാവുമായിരിക്കും ഇങ്ങനെ ചോദിക്കാൻ കാരണമായത്. അതുപോലെ തന്നെ ഇവർ 2 പേരും പുത്രന്മാരായിട്ടുണ്ടായ ആ ഒരു 2 മാസത്തിൻ്റെ സുഖം കൂടി കിട്ടിയപ്പോൾ അതും കൂടി ആവാം സാന്ദീപനിയെ കൊണ്ട് ചോദിപ്പിച്ചത് എനിക്ക് പുത്രനെ തരണം എന്ന്. അതായത് വളരെ വലിയൊരു മഹാമനീഷിയാണ്, പണ്ഡിതനാണ്, വേദാന്തിയാണ്, എല്ലാ വിദ്യകളും അറിയുന്ന ഒരാൾക്ക് പുത്രനെ വേണമെന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്കൊക്കെ ചോദിക്കാം. പക്ഷേ പുത്രൻ ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടവരുടെ ദുഃഖം എന്താണ് എന്നുള്ളത് പുത്രനുള്ളവർക്ക് മനസ്സിലാവില്ല. ആ ഒരു വേദന കടിച്ചു തിന്ന് താൻ മാത്രമല്ല പത്നിക്കും ഉണ്ട് ആ ഒരു വേദന. അപ്പോൾ ആ ഒരു ദുഃഖം മാറ്റിക്കൊടുക്കണം എന്നുള്ളൊരു മോഹത്തോട് കൂടിയിട്ട് തൻ്റെ ദുഃഖവും ഇല്ലായ്മ ചെയ്യണം. ഈ പറയുന്ന ചോദിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ലല്ലോ, ലോകാധിനാഥന്മാരോ ആണ്. അവരോടാണ് തനിക്ക് യാചിക്കേണ്ടതും അവരാണ് എന്താ വേണ്ടതെന്ന് ചോദിക്കണത്. മറ്റത് നമ്മൾ ചെന്ന് ചോദിച്ചാൽ കിട്ടാതിരിക്കാം, കിട്ടാം, സാധ്യതകൾ 2ആണ്. പക്ഷേ ഇങ്ങോട്ട് വേണോ ചോദിച്ചാൽ വേണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു സ്നേഹം, പുത്രനോടുള്ള സ്നേഹം പെട്ടെന്ന് മറനീക്കി പുറത്ത് വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് സാന്ദീപനി നഷ്ടപ്പെട്ടു പോയ പുത്രനെ തിരിച്ചു കിട്ടണം എന്ന് മോഹിച്ചത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അഥാസ്ത്രവിദ്യാ സമനുപ്രവേശാത് സുദുർനിരീക്ഷ സരസീരുഹാക്ഷ ത്വഷ്ടുസ്സശാണാദചിരാവതീർണം വിഡംബയാമാസ സഹസ്രഭാനും സദക്ഷിണാദാനസമുത്സുകേന തേനാർത്ഥിതഃ പ്രീതിമതാദ്വിജന്മ ഗതം പ്രഭാസേ ജലധൗ വിനഷ്ടം സുതം പ്രയച്ഛേതി സതം യയാചേ. അങ്ങനെ പുത്രനെ വേണമെന്നുള്ള മോഹം സാന്ദീപനി തൻ്റെ പുത്രന്മാർ തന്നെയാണ് അങ്ങനെയുള്ള ആ ബാലകന്മാരോട് ശ്രീകൃഷ്ണനോടും ബലരാമനോടും പറഞ്ഞു എന്നാണ് പറയണത്. ഇനി ആ ബാലകനെ എങ്ങനെയാണ് കൊണ്ടുവരണത് എന്നുള്ളതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.